നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം നിയമപ്രകാരം നടന്നാ മതി. അതിന് നിയമപ്രകാരം തന്നെയാണല്ലോ വിനയ് അന്നിവിടെ വാദിച്ചതും. വിനയ്ക്ക് ഈ സ്വത്തുക്കളിലൊന്നും അവകാശമില്ലെന്നും വിനയ് സമ്മതിച്ചു. പക്ഷേ വിൽപത്രപ്രകാരം വിനയുടെ കുട്ടിക്ക് അവകാശമുണ്ടല്ലോ. അത് മതി അല്ലേ വിനയ്? അതെ, എന്റെ കുട്ടിയുടെ അവകാശം മതി. ഇത് ഇവിടുത്തെ ഒരു ഗസ്റ്റാ. ഗസ്റ്റാണോ? എനിക്ക് ആളെങ്ങും മനസ്സിലായില്ല കേട്ടോ. വെറും ഗസ്റ്റ് അല്ല ആചാര്യ വക്കീലെ, ഇത് വിനയുടെ ഗേൾഫ്രണ്ടാ. ആരായാലും പറഞ്ഞത് ശരി തന്നെയാണ്. വിനയിനോ പ്രഭാവതിക്കോ ഇവിടുത്തെ സ്വത്തുക്കളിൽ നേരിട്ട് അവകാശമില്ലെങ്കിലും പ്രഭാവതി ഗോപിനാഥ് സാറിന്റെ ഭാര്യ ആയതിനാൽ വിശ്വനാഥൻ സാറിന്റെ വിൽപത്ര പ്രകാരം വിനയുടെയും ഗാർഗിയുടെയും കുട്ടികൾക്കും ഇവിടുത്തെ സ്വത്തുക്കളിൽ വിശാലിന്റെ കുട്ടിക്കെന്നതുപോലെ അവകാശമുണ്ട്. അതുകൊണ്ട് വിനയ് ഒരു തരത്തിലും വിഷമിക്കണ്ട കേട്ടോ. അപ്പോ എന്റെ പേരക്കുട്ടികൾക്ക് ഇവിടുത്തെ സ്വത്ത് അവകാശം ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണല്ലേ? അതെ, കുട്ടികൾ ജനിക്കുന്ന മുറയ്ക്ക് സ്വത്തുക്കൾ ഭാഗം വയ്ക്കാം. അതുവരേക്കും ഈ സ്വത്തുക്കളുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡോക്യുമെന്റ്സ് അത് മുഴുവനും ഗായത്രി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ പാർവതിയുടെ കൈകളിൽ ഭദ്രമായിരിക്കണം. ആർക്കാണോ ആദ്യമായി കുട്ടികൾ ജനിക്കുന്നത് അതിനുശേഷം ഈ പത്രങ്ങൾ ഉപയോഗിച്ച് സ്വത്തുക്കൾ ഭാഗം വെച്ച് എഴുതിയെടുക്കാം. അതിന് ഇതെന്തിനാ പാർവതിയെ ഏൽപ്പിക്കുന്നത്? ഞാനിത് സൂക്ഷിച്ചോളാം. ഇത്രയും കാലം ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കിയിരുന്നത്? അത് സാധ്യമല്ല പ്രഭാവതി. കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. ചെയർപേഴ്സൺ പാർവതിയല്ലേ? അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട റൈറ്റ്സ് പാർവതിക്ക് മാത്രമേ ഉള്ളൂ. വിശാൽ, ആ സഞ്ചി പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.